Good afternoon, all. Teacher ഒന്ന് കേറിയിട്ടില്ല തോന്നണു. Good afternoon. I am present. Okay. Please, teacher കേറിയിട്ടില്ല. ടീച്ചർ ഒരു മടിച്ചിയാണെന്ന് തോന്നുന്നു. അതിൽ ഉദ്ദേശിച്ചത്. Okay, please. അങ്ങനെ മീൻ ചെയ്തില്ല മിസ്. അങ്ങനെ വിചാരിച്ചില്ലെങ്കിലും അങ്ങനെയാണ് ഏതാണ്ടൊക്കെ. ഓക്കെ ഓക്കെ പ്ലീസ്. പ്രയർ ഞാൻ പാടാം. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നും വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കണങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും. ഓക്കെ, വെരി നൈസ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? Yes, please. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എവിടെ വരെയായി? പ്ലീസ് ഷെയർ ചെയ്യാം. അപ്പോഴേക്കും നിങ്ങളൊന്ന് പറഞ്ഞോളൂ. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അല്ലേ? അതെ അതെ മിസ്. 128ാമത്തെ പേജിൽ 3 പോയിന്റ് പറഞ്ഞു. ഓക്കെ, ഇന്ന് ക്ലാസ് ലീഡ് ചെയ്യാൻ ആരെങ്കിലും റെഡിയാണോ? യെസ് പ്ലീസ് പാടിക്കോളൂ. ക്ലാസ് ലീഡ് ചെയ്യാൻ ആരെങ്കിലും റെഡിയാണോ? Anyone? പ്രിപ്പയർ ചെയ്തിട്ടില്ല മിസ്സേ. ഇപ്പോഴാ ടോപ്പിക് ഒന്ന് പറയോ? കാരണം എനിക്ക് പേജ് നമ്പർ എനിക്ക് ഉണ്ടാവില്ല, എനിക്ക് PDF ആയത് കാരണം. പ്രിൻസിപ്പിൾ ഓഫ് ദ മോണ്ടിസോറി മെറ്റീരിയൽസ്. ഓക്കെ, സോ നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആറേ. നിങ്ങളുടെ ടേം 2 എക്സാമിനേഷൻ എന്നാ? ടേം 2 അതിന്റെ ഡേറ്റ് വന്നോ? ഡിസംബർ 1st or 3rd ആണ്. ഡിസംബർ 2nd ആണ്. ഓക്കെ ഫൈൻ. എന്തായാലും അതിന് മുമ്പ് നമ്മളതൊക്കെ തീരും. സോ റിവിഷൻ മെയിൻ എക്സാമിന് മുമ്പ് റിവിഷൻ കിട്ടും കേട്ടോ. ഞാനായിരിക്കും റിവിഷന്റെ ക്ലാസ്സിന് വരുന്നത്. വേറെ ഏതെങ്കിലും ടീച്ചർ എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ അത് ഹാൻഡിൽ ചെയ്യായിരിക്കും. ഞാൻ റിവിഷൻ എടുക്കുന്നത് നൈറ്റിലായിരിക്കും കേട്ടോ. നൈറ്റ് സെഷൻ ആയിരിക്കും. 1.5 to 2 hours വരും. അപ്പോൾ ക്ലാസ് അധികം കാണാത്തവര് അങ്ങനെയുള്ളവരോടൊക്കെ ഒന്ന് ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുക. കാരണം എക്സാം ടൈമിൽ
ടെക്സ്റ്റ് മുഴുവൻ വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്കാണ്. സോ ആ ഒരു സെഷൻ സ്കിപ്പ് ആവാതൊന്ന് കയറാനായിട്ട് പറയണം. ഇറ്റ്സ് ഫോർ ദം നോട്ട് ഫോർ മീ. എനിക്കുമാണ്, കാരണം നിങ്ങൾ നല്ല സ്കോർ ചെയ്യുമ്പോൾ നമുക്കതൊരു സന്തോഷമാണല്ലോ. ഇതുവരെയുള്ള ഒരു ബാച്ചുകളുടെ രീതി വെച്ചിട്ട് മോണ്ടിസോറി പേപ്പറില്ലേ, ആ പാർട്ട് 3, ആ 2 സബ്ജക്റ്റിനാണ് ഏറ്റവും ഹയസ്റ്റ് സ്കോർ വരാറ്. പിന്നെ മെറ്റീരിയൽസ് നടക്കുക കേട്ടോ. വേണമെങ്കിൽ റീഡ് ചെയ്യാനുള്ള സമയമുണ്ട് അല്ലേ? അപ്പം അത് നിങ്ങൾ വായിച്ചോളൂ. അപ്പോഴേക്കും ഞാൻ എന്റെ നോട്ട്സ് എടുക്കാം. ആരാ വായിക്കുക? ഫസ്റ്റ് 2 പോയിന്റ്സ് ആരെങ്കിലും വായിച്ചോളൂ. യെസ്, ആരുമില്ലേ വായിക്കാൻ? റീഡ് ചെയ്യാനും ആരുമില്ല. ക്ലാസ് വെക്കാനല്ല പറഞ്ഞത്, റീഡ് ചെയ്യാനാ പറഞ്ഞത്. ഞാൻ വായിക്കാം. The materials begin as concrete expressions of an idea and gradually become more and more abstract representation. An example from geometry is given below. Second point, Montessori materials are designed for auto education and the control of error lies in the materials themselves rather than in the teacher. The control of error lies in his use of the materials and permit him to recognize his own mistakes. The 4 wooden cylinder blocks are a good example. If the child makes a mistake in replacing the cylinder into the socket, there will be 1 cylinder left over. സോ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്കൊരു ഫെമിലറൈസേഷൻ കിട്ടിയിട്ടുണ്ട്, കാരണം നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞു. സോ ഇപ്പൊ സിലിണ്ടേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴും റോഡ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴും അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് ഒരു ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്, അതുപോലെ തന്നെ ഓട്ടോ കറക്ഷൻ, അതായത് കൺട്രോളിങ് ദ എറർ ബൈ ദ ചൈൽഡ് ഹിംസെൽഫ്. ആ കുട്ടി തന്നെയാണ് അവന് വരുന്ന മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുന്നത്, ടീച്ചേഴ്സ് അല്ല. ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചേഴ്സ് കറക്റ്റ് ദ എറേഴ്സ്. ഓക്കെ, ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഇവിടെ കുട്ടി തന്നെയാണ് അത് മനസ്സിലാക്കി പോകുന്നത്. കുട്ടിക്ക് പലപ്പോഴും ഈ എറർ കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ടി ഉണ്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. അതിനനുസരിച്ച് വേണം നമ്മൾ ആദ്യമേ കൊടുക്കുന്ന ഡെമോ അങ്ങനെയായിരിക്കണം. കുട്ടിക്ക് അവന്റെ മിസ്റ്റേക്ക് മനസ്സിലാവുന്നില്ല, അവൻ കണ്ടിന്യൂ ചെയ്യുവാണ്, ശരിയല്ലാത്ത രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുവാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഇന്റർവ്യൂ ചെയ്ത് നമുക്ക് ഒന്നുകൂടെ ഇത് ചെയ്ത് നോക്കാം. അത് ചെയ്ത് തെറ്റെന്ന് നമ്മൾ പറയില്ല, നമുക്കിത് ഒന്നുകൂടെ ഒരുമിച്ച് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് വേണം നമ്മൾ അത് പ്രസന്റ് ചെയ്യാനായിട്ട് രണ്ടാമത് ചെയ്യുമ്പോൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോങ് റോഡ്സ്, നമ്പർ റോഡ്സ് ഉണ്ട് നമുക്ക്. ഈ നമ്പർ റോഡ്സിന്റെ പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്പർ റോഡ്സ് പല ലെങ്തിലുള്ളതുണ്ട്, അതിൽ കളർ ഒരു പ്രത്യേക ഡിസൈനുള്ളതാണ് അല്ലെ നമ്പർ റോഡ്സ് എന്ന് പറയുന്നത്. ഈ നമ്പർ റോഡ്സ് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ന് എനിക്കൊരു ഓർമ്മ, നമ്പർ റോഡ്സ് കൊടുക്കുമ്പോൾ ഒരിക്കലും ഇത് നമ്പർ ആണ് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള രീതിയല്ല ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ അതിന്റെ ഡയമെൻഷന്റെ ഒരു കൺസെപ്റ്റ് ആണ് കുട്ടിക്ക് കൊടുക്കുന്നത്. ലെങ്ത്, ആദ്യം ലെങ്ത്തിന്റെ ഒരു കൺസെപ്റ്റ് കൊടുക്കും, നീളം കൂടിയത് നീളം കുറഞ്ഞത്, ലെങ്ത് വൈസ് കുട്ടി ആദ്യം അസെൻഡിങ് ഓർഡറിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് ഫസ്റ്റ് ഏറ്റവും നീളം കുറഞ്ഞത് വെക്കും, അങ്ങനെ വെച്ച് ഏറ്റവും ലെങ്ത് കൂടിയത് വരും. ആ ഒരു രീതിയിൽ ആ ഒരു ഓർഡർ കുട്ടി ആദ്യം, അപ്പൊ ലെങ്ത്തിന്റെ കൺസെപ്റ്റ് ആദ്യം കിട്ടും. പിന്നെയാണ് കളർ വരുന്നത്, പിന്നെയാണ് നമ്മൾ കൗണ്ട് ചെയ്യിക്കാൻ തുടങ്ങുന്നത്. ആ നമ്പർ റോഡിന്റെ കളർ വെച്ചിട്ടാണല്ലോ അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, അത് വെച്ചിട്ട് കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി ആ ഒരു കൗണ്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു എൻഡ് ചെയ്യുന്ന കളർ വെച്ചിട്ട് ഓഡ് ഈവൻ കൺസെപ്റ്റ് 1 2 3 എന്ന് പറഞ്ഞിട്ട് കൗണ്ടിങ് കഴിയുമ്പോൾ കുട്ടി തന്നെ മനസ്സിലാക്കുകയാണ് 1 3 5 അതിൽ ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന കളറിന്റെ ആ ഒരു കൺസെപ്റ്റ്. 2 4 6 എൻഡ് ചെയ്യുന്ന കളർ ഒരേതാണ്, ബ്ലൂ ആണ്, മറ്റേത് റെഡ് ആണ്, അങ്ങനത്തെ കൺസെപ്റ്റ് കിട്ടുന്നു. പിന്നെയാണ് നമ്മൾ ആ നമ്പർ ഫെമിലറൈസേഷൻ തറോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, കൗണ്ടിങ്ങും തറോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഡീഷൻ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് സിമ്പിൾസ് യൂസ് ചെയ്യാം. നമ്മൾക്ക് പേപ്പറിലോ ചാർട്ട് പേപ്പറിലോ ഒക്കെ സിമ്പിൾസ് എഴുതി അത് അങ്ങനെ കൊണ്ടുപോകും.
അപ്പൊ അങ്ങനെ സിമ്പിൾ എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കുട്ടി കൂടുതൽ സ്റ്റെപ്സിലേക്ക് പോകുന്നത് കോംപ്ലക്സ് ഐഡിയാസ്, അതും വളരെ ഈസിലി ആണ് കോംപ്ലക്സ് ഐഡിയാസ് വരുന്നത്. ലെങ്ത്, കളർ, ഓഡ് ഈവൻ, കൗണ്ടിങ്, പിന്നെ അസെൻഡിങ് ഡിസെൻഡിങ് അതിന്റെ ഇടയ്ക്ക് വന്നു, അത് കഴിയുമ്പോൾ അഡീഷൻ, അങ്ങനെ ഇത്രയും പ്രോസസ്സിലൂടെ ആ നമ്പർ റൂട്ട്സിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, അത് എല്ലാമാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് പോയിന്റ് മാത്രം ഒന്ന് വായിക്കും. തേർഡ് വൺ മാത്രം. യെസ്, തേർഡ് പോയിന്റ്. കുറച്ചു മുമ്പ് രണ്ടുപേരും ഒരുമിച്ച് റീഡ് ചെയ്യാൻ വന്നല്ലോ. ഞാൻ വായിക്കാം. ഓക്കെ, പ്ലീസ്. ഞാൻ കണ്ടില്ല കേട്ടോ, ഒന്ന് വായിച്ചോളൂ. The child diffusely for future learning. The sandpaper letters are used to instruct children the sound of the letters of the alphabet. By tracing the sandpaper letters with his fingers, he builds a muscular memory of the shape of the letters of the alphabets and therefore preparing him to write one day. These principles of indirect preparation empowers the child to experience success in this endeavor much more readily and aids the development of self-assurance. ഓക്കെ, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുള്ളതല്ലേ? ഓക്കെ, സാൻഡ് പേപ്പർ നമുക്കറിയാം അതിന്റെ റഫ്നെസ്, ആ ടച്ച്, ആ ഒരു സെൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒന്നാണ്, ആ ടാക്ടൈൽ സെൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള ആൽഫബറ്റ്സ് നമ്മൾ കുട്ടിക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി അതിൽ ഇങ്ങനെ ട്രേസ് ചെയ്തോണ്ടിരിക്കും. റഫായിട്ടുള്ള അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ ഒരു ടിംഗ്ലിങ് എഫക്ട് അവരുടെ ഫിംഗർ ടിപ്സിൽ വരും. പക്ഷെ ഇങ്ങനെ ട്രേസ് ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിനില് അവർ കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും എല്ലാം ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. സെൻസിറ്റീവ് പീരീഡ് ആണ്. സെൻസസ് യൂസ് ചെയ്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അവരുടെ ബ്രെയിനിൽ അവർ ആ ട്രേസ് ചെയ്തതിന്റെ ഇമേജ് അത് സ്റ്റോർ ആകും. ആ ഇമേജ് ഒരു മെന്റൽ ഇമേജ്, ഒരു മസ്കുലർ മെമ്മറി ഫോം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ഇമേജ് ഫോം ചെയ്യും. അത് കഴിഞ്ഞ് പിന്നീട് പെട്ടെന്ന് തന്നെ കുട്ടി അത് പേപ്പറിലേക്കോ ബുക്കിലേക്കോ, സ്ലേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ സ്ലേറ്റിലേക്കോ, ബോർഡ് ആണെങ്കിൽ ബോർഡിലേക്കോ ഈ ഇമേജ്, മനസ്സിൽ കിടക്കുന്ന ഇമേജ് എഴുതാനായിട്ട് തുടങ്ങും. റൈറ്റിംഗ് ആണെങ്കിലും കുട്ടിയെ സംബന്ധിച്ച് അത് ഡ്രോയിങ് ആണ്. അല്ലെങ്കിൽ കുട്ടികൾ പറയില്ലേ ആദ്യമായിട്ടൊക്കെ എഴുതുമ്പോൾ ഞാൻ എ വരച്ചു, ഞാൻ ആ വരച്ചു എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഡ്രോയിങ് ഉള്ള കൺസെപ്റ്റ് ആണ് ശരിക്കും വരുന്നത്. തന്നെ മറിയാം മോണ്ടിസോറി പറയുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന എക്സ്പ്ലോഷൻസ് ആണ്, പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളാണ്. അത് ഫോഴ്സ്ഫുള്ളി നമ്മൾ അവരെ കൊണ്ട് എഴുതിപ്പിക്കുകയോ റീഡ് ചെയ്യിക്കുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. ശരിക്കും പാരന്റ്സിന്റെ ഒരു കൺസേൺ ആയിരുന്നു. നമ്മളും നമ്മുടെ കുട്ടികളുടെ ചെറിയ ക്ലാസ്സിൽ വെച്ച് ടീച്ചർമാരോട് പറയും എന്തെങ്കിലും ഹോംവർക്ക് കൊടുക്കൂ ടീച്ചറെ, എന്തെങ്കിലും എഴുതാൻ കൊടുക്കൂ, അവരെ വായിപ്പിക്കൂ, റീഡ് ചെയ്യാൻ കൊടുക്കൂ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സെയിം തന്നെയാണ് മോണ്ടിസോറിയുടെ കാലഘട്ടത്തിലും മറിയാം മോണ്ടിസോറിയുടെ കാലഘട്ടത്തിലും. പാരന്റ്സ് എപ്പോഴും വന്നിട്ട് പറയും അവരെ വായിപ്പിക്കൂ, അവരെ എഴുതിക്കൂ, അവർക്ക് എഴുതാൻ കൊടുത്തോളൂ. മറിയാം മോണ്ടിസോറിക്ക് അങ്ങനെ നിർബന്ധിച്ച് കുട്ടികളെ എഴുതിപ്പിക്കുക, വായിപ്പിക്കുക അങ്ങനെയുള്ള കൺസെപ്റ്റിനോട് താല്പര്യമില്ല. എന്നാൽ പാരന്റ്സ് ഇങ്ങനെ ഡിമാൻഡ് ചെയ്തു തുടങ്ങിയപ്പോൾ മോണ്ടിസോറി ഡിസൈൻ ചെയ്തതാണ് ഈ സാൻഡ് പേപ്പർ. നമ്മൾ മോണ്ടിസോറിക്ക് സെൻസോറിയൽ എഡ്യൂക്കേഷൻ എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പോൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് അവർ ഡിസൈൻ ചെയ്യുന്നു മറ്റ് സ്റ്റാഫുകളുമായിട്ട്. പിന്നെ വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, കളർ കാർഡ്, അങ്ങനെ രണ്ട് രീതിയിൽ. ഈ കളർ കാർഡും കളർ ടാബ്ലറ്റ്സും രണ്ടാണ് കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കണം. കളർ ടാബ്ലറ്റ്സ് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. കളർ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഷേപ്പ് വരച്ചിട്ട് അതിൽ ആ കളർ ചെയ്യാം, അല്ലെങ്കിൽ ആ കളർ പേപ്പറോ കളറിന്റെ ക്ലോത്തോ കട്ട് ചെയ്ത് ഒട്ടിക്കാം. അങ്ങനെ ഒരു ബോർഡിൽ പോലെ, കാർഡ്ബോർഡ് ബോർഡിൽ പോലെ ഒട്ടിച്ച് ആ കളർ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. കളർ ടാബ്ലറ്റ്സ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അതിനൊരു പ്രത്യേക ഷേപ്പ് ഉണ്ട്. വുഡൻ ഫ്രെയിമിനകത്ത് ഒരു എന്താ പറയാ നല്ലൊരു പേപ്പറാണ്, ഒരു കളർ പേപ്പറാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം കളർ ടാബ്ലറ്റ്സിനും ഉണ്ട്. ഓക്കെ, ഇപ്പൊ മെറ്റീരിയൽസ് കുട്ടിയെ പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്യൂച്ചർ ലേണിംഗ്, അങ്ങനെ റൈറ്റിംഗ് കുട്ടികൾക്ക് വരുവാണ്. അവരുടെ ആ മെന്റൽ ഇമേജ് റിട്രീവ് ചെയ്തിട്ട് കുട്ടി അത് എഴുതുവാണ്. കുട്ടിയുടെ കൺസെപ്റ്റിൽ വരയ്ക്കുവാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കുട്ടി ലെറ്റേഴ്സ് എഴുതാനായിട്ട് തുടങ്ങും. അങ്ങനെ ആ ഒരു പ്രിപ്പറേഷൻ അങ്ങനെ നടക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ആയിരുന്നു അല്ലെ. നമ്മൾ കൈ പിടിച്ച് നിർബന്ധിച്ച് എഴുതിക്കുന്നില്ല,
2 ലൈനിൽ എഴുതിയിട്ട് ഇത് കോപ്പി ചെയ്യാൻ പറയുന്നില്ല, നിർബന്ധമായും എഴുതണം എന്ന് പറയുന്നില്ല. കുട്ടി തന്നെ എഴുതി തുടങ്ങുകയാണ് ആ ഒരു സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ട്രേസ് ചെയ്ത് കഴിഞ്ഞപ്പോ. ഓക്കെ, ഇനി നമുക്ക് 2 പോയിന്റ്സും കൂടി ഉണ്ട്, അത് മുഴുവനും ആരെങ്കിലും ഒന്ന് വായിച്ചു കൊടുക്കും. പ്ലീസ്. The materials begin as concrete expressions of an idea and gradually become more and more abstract representations. An example from geometry is given below. Montessori materials are designed for auto education, and the control of error lies in the materials themselves rather than in the teacher. The control of error lies in his use of the materials and permits him to recognize his own mistakes. The 4 wooden cylinder blocks are a good example. If the child makes a mistake in replacing the cylinder into the socket, there will be 1 cylinder left over. Control of error is any kind of indicator which tells us whether we are going towards our goal or away from it. We must provide this as well as introduction and materials on which to work. The power to make progress comes in large measures from having freedom and an assured path along which to go, but to this must also be added some way of knowing if and when we have left the path. If the child is not able to see the control of error in the material, the child is not ready for the exercise, or in other words, he is not at the stage of expansion. എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കൽ സെഷന്റെ ഡെമോ ക്ലാസ്സും പ്രാക്ടിക്കൽ സെഷനും നേരിട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ചപ്പോൾ നല്ലപോലെ അത് ക്ലിയർ ആവുന്നുണ്ടായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. മോണ്ടെസോറി മെറ്റീരിയൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓട്ടോ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ കൺട്രോൾ ഓഫ് എറർ ആ മെറ്റീരിയൽസിനുള്ളിൽ തന്നെയുണ്ട്. നമുക്ക് ചില ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മൾ കളിക്കുമ്പോൾ ട്രിക്കി ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ കഷ്ടപ്പെട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കില്ല എന്തെങ്കിലും ക്ലൂ തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ക്ലൂ ആ ക്വസ്റ്റ്യൻ അകത്ത് തന്നെയുണ്ട് എന്നുള്ള രീതിയിൽ പറയും അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മളുടെ മോണ്ടെസോറി മെറ്റീരിയൽസും. എന്താണോ മിസ്റ്റേക്ക് വരാൻ പോകുന്നത് അത് കറക്റ്റ് ചെയ്യാനുള്ളത് അതിൽ തന്നെയുണ്ട്. ആ രീതിയിലാണ് ആ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊരു ടീച്ചർ കറക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഒരു കുട്ടി ചെയ്യുമ്പോൾ അവനുണ്ടാകുന്ന സെൽഫ് എസ്റ്റീം, യെസ് ഐ എം ഗുഡ്, ആ ഒരു ഫീല് വരും. അപ്പൊ നിങ്ങൾ റെക്കോർഡ്സ് ഒക്കെ എഴുതി സ്റ്റോറി റൈം ഒക്കെ കുറെയൊക്കെ തന്നെ എഴുതിയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. എഴുതി കഴിഞ്ഞപ്പോ നിങ്ങൾക്കുണ്ടായ ഫീൽ എന്താ? തന്നെ എഴുതി കഴിഞ്ഞപ്പോ എന്ത് തോന്നി? അവനവനെ കുറിച്ച് ഒന്നും തോന്നിയില്ലേ? ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നി. അതെ, ഒരു പ്രൗഡ് ഫീൽ അല്ലേ? നമ്മളൊരു സെൽഫ് പാറ്റ്, യെസ് ഐ ആം ഗുഡ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അഭിനന്ദിക്കാം, അതിൽ യാതൊരു തെറ്റില്ല. ഒരു നല്ലൊരു കറി വെച്ച് കഴിഞ്ഞ് നമ്മള് ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ്, ആരെങ്കിലും 2 പേര് കഴിച്ചിട്ട് ആ കൊള്ളാം നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ യെസ് ഐ ആം ഗുഡ് എന്നുള്ളൊരു ഇത് നമുക്ക് തോന്നില്ലേ? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വാറ്റ് ചെയ്യാം, എവറി ഡേ അതൊന്ന് ചെയ്തു, ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യു. അപ്പൊ ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ മോണ്ടെസോറി മെറ്റീരിയൽസ്. അവരെ കൊണ്ട് തന്നെ പറ്റുവാണ് അതിന്റെ എറർ മനസ്സിലാക്കിക്കാൻ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവന് ഒരു സെൽഫ് റെസ്പെക്ട് തോന്നുവാണ്, യെസ് ഞാൻ കൊള്ളാലോ എന്നൊരു ഫീല്. ആ ഒരു സെൽഫ് റെസ്പെക്ട് തോന്നുമ്പോൾ തന്നെയാണ് എന്നിങ്ങനെ ആക്കിയെടുത്ത മെറ്റീരിയൽ ഇതാണോ, സോ അതിനോടും ഒരു റെസ്പെക്ട്. അങ്ങനെയാണ് ആ മെറ്റീരിയലിനോട് റെസ്പെക്ട് തോന്നുന്നത്. സോ എനിക്കിത് നിങ്ങളെ ഒരു എൻവയോൺമെന്റ്, ഈ ഒരു സ്ഥലത്തിന്റെ ഞാൻ ഈ ഒരു പ്ലേസിൽ കിട്ടിയത് കൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റിയത്. സോ റെസ്പെക്ട് ടു അതേഴ്സ് ആൻഡ് എൻവയോൺമെന്റ്. എന്റെ ടീച്ചർ എന്നെ ശല്യം ചെയ്യാൻ വന്നില്ല, അല്ലെങ്കിൽ ടീച്ചർ എനിക്കിത് പറഞ്ഞു തന്നു, ജസ്റ്റ് ഡെമോ ചെയ്തു തന്നു. സോ റെസ്പെക്ട് ടു അതേഴ്സ്, ആ ഒരു എല്ലാം വരുന്നത് നമുക്ക് ആ പിള്ളേർക്ക് എല്ലാത്തിനോടും റെസ്പെക്ട് തോന്നുന്നത്. സോ അതിന്റെയൊക്കെ റൂട്ട് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? അവർക്ക് ഫ്രീഡം കൊടുത്തു, ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഫ്രീഡം കൊടുത്തു. അവിടെ നിന്ന് തുടങ്ങിയതായി കാര്യങ്ങളെല്ലാം. അപ്പൊ ഇതെല്ലാം മോണ്ടെസോറി മെത്തേഡിന്റെ ആ ഒരു ഓട്ടോ എഡ്യൂക്കേഷന്റെ ഫ്രൂട്ട്സ് ആണ്. അപ്പൊ ഈ ഒരു നമുക്ക് നല്ല ഫ്രൂട്ട്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല വിത്ത് നല്ലൊരു എൻവയോൺമെന്റില് നമ്മൾ പാകണം അല്ലെ? നമ്മുടെ ജോലി അതാണ്. ആ ഒരു വിത്തിനെ, നല്ലൊരു വിത്തിനെ നമ്മൾ പാകി അതിനെ മുളപ്പിച്ച് അതിൽ ഫുൾ പൂക്കളും കായ്ക്കളും ഫ്രൂട്ട്സുമായിട്ട്
മാറുവാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ആളുകളുടെ ലൈഫ് മാത്രമല്ല അങ്ങനെ മാറുന്നത്, എൻവയോൺമെന്റ് മുഴുവനും അങ്ങനെ മാറുവാണ്. അല്ലാതെ ഒന്നും ചെയ്യാതെ വന്നിട്ട് എനിക്ക് ഇതിന്റെ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന ഒരാള്, ഇറ്റ്സ് വെരി ടഫ്. അപ്പൊ അങ്ങനെ അതൊരു മോണ്ടിസോറി മെത്തേഡ് ആണെങ്കിലും ശരി കേട്ടോ. ഇപ്പം എനിക്ക് ഇവിടെ വന്നിങ്ങനെ ക്ലാസ് എടുക്കണമെങ്കിൽ ഞാൻ എൻവയോൺമെന്റിനെ നറിഷ് ചെയ്യണം. അവിടേക്ക് വേണ്ടുന്ന വെള്ളവും വളവും എല്ലാം പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് ഇവിടുന്ന് ഇതുപോലെ ഫ്രൂട്ട്സ് ഉണ്ടാകുള്ളൂ. അതിന്റെ റിഫ്ലക്ഷൻസ് നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഞാൻ തന്നെ പാകി മുളപ്പിച്ച് ഞാൻ തന്നെ കഴിക്കുക എന്നുള്ളതല്ല. ഞാനത് പ്രൊവൈഡ് ചെയ്യുക ഒരു എൻവയോൺമെന്റിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അവിടെ നിന്ന് ഇഷ്ടംപോലെ പൂക്കളും കായകളും അത് നല്ല പാകമായ പഴങ്ങളുമായി മാറണമെങ്കിൽ ഐ ഹാവ് ടു ഡു സംതിങ് എന്നാൽ മാത്രമാണ്. അപ്പൊ എന്റെ മാക്സിമത്തിന് അപ്പുറത്ത് നിന്ന് ചിലപ്പോൾ എനിക്ക് ചില കേസസിൽ ചെയ്യാനായിട്ട് വരും. സോ നമ്മള് ലാസ്റ്റ് എന്താ, വി ഓൾ ആർ എൻജോയിങ് ദി ഫ്രൂട്ട്സ് അല്ലെ, നമ്മളെല്ലാരും ആ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യുവാണ്. അത് തന്നെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നടക്കുന്നത്. ഓക്കെ, സിലിണ്ടേഴ്സ് നിങ്ങൾക്കറിയാം, പല ടൈപ്പ് സിലിണ്ടേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് നോബ്ഡ് സിലിണ്ടറും നോബ്ലെസ് സിലിണ്ടറും പിന്നെ സൗണ്ട് സിലിണ്ടേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് ഉണ്ടെന്നറിയാം, അത് മനസ്സിലായിട്ടുണ്ട് എങ്ങനത്തെ ടൈപ്പാന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4 വുഡൻ സിലിണ്ടർ ബ്ലോക്സ് ഒരു ഗുഡ് എക്സാമ്പിൾ ആണെന്ന്. അതായത് നോബ്ഡ് സിലിണ്ടർ ആണ് ഉദ്ദേശിക്കുന്നത്. ആ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത് അതൊരു അതിന്റെ ഒരു കേസ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ബ്ലോക്ക് പോലെയുള്ള സാധനത്തിന്റെ ഗ്രൂവിനകത്താണ് നമ്മൾ സിലിണ്ടറിനെ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത് അല്ലെ. ആ ഗ്രൂവിനകത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നമ്മളിങ്ങനെ കൈ ഫ്ലാറ്റ് ആയിട്ട് വെക്കും, അല്ലെങ്കിൽ ഒരു സ്കെയില് വെച്ച് നമുക്ക് കുട്ടികളെ കാണിച്ചു കൊടുക്കാം, ഒരേ ലെവലിൽ ഇരിക്കണം. അതാണ് അതിന്റെ ശരിക്കും ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം അതിൽ നിന്ന് മാറ്റി തിരിച്ച് കുട്ടി റീപ്ലേസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആ സ്കെയില് വെച്ച് അതിന്റെ ലെവല് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടി തീർച്ചയായിട്ടും അതിന്റെ മുകളിൽ ആ സ്കെയില് വെച്ച് നോക്കും. കാരണം കുഞ്ഞിക്കൈ അതിന്റെ മുകളിൽ വെച്ചാൽ അളവ് കറക്റ്റ് കിട്ടില്ലല്ലോ, ഇറ്റ്സ് ബെറ്റർ സ്കെയില് വെക്കുക തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ട് അതിന്റെ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കാനുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാതെ അത് കുഞ്ഞുങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറ്റങ്ങളും വരുത്തുന്നത് നന്നായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സിലിണ്ടേഴ്സ് അവൻ വെച്ചു. അപ്പോ ലാസ്റ്റ് സിലിണ്ടർ പ്ലേസ് ചെയ്യാനാകുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റോ അതിൽ 2 സിലിണ്ടർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവന് മനസ്സിലായിട്ടുണ്ട് എവിടെയോ വെച്ചത് ശരിയായിട്ടില്ല. പിന്നെ അഗെയിൻ ഹി വിൽ റിപ്പീറ്റ് ദ സെയിം. ഒരു സിലിണ്ടറോ 2 സിലിണ്ടറോ ലെഫ്റ്റ് ഓവർ ആയിട്ട് കിടക്കും, ഉദ്ദേശിക്കുന്ന ഗ്രൂവിനകത്തേക്ക് അത് ഇടാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കും. അപ്പൊ കൺട്രോൾ ഓഫ് എററിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ വരുന്നത്. അങ്ങനെ എയിമിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ആ എയിമിലേക്ക് നമ്മളെ പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്കിനെ നമ്മൾ തന്നെ കറക്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മള് ഇൻട്രൊഡക്ഷൻ, അതായത് നമ്മൾ ഡെമോ കൊടുക്കുന്നു പറഞ്ഞു. കുട്ടികൾക്ക് ഇതിനെ ആദ്യം ഒന്ന് പ്രസന്റ് ചെയ്ത് കാണിക്കും, വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാത്ത രീതിയിൽ പ്രസന്റ് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നമ്മളത് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ഇങ്ങനെ ഒരു അത് നമ്മൾ വേണമെങ്കിൽ ഒന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെച്ചു, അപ്പൊ ലെവല് ശരിയായില്ല, മാറ്റി വെച്ചു, അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻഡിക്കേഷൻ ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ കുട്ടിക്ക് കൺട്രോൾ ഓഫ് എറർ മനസ്സിലാകുന്നില്ല, എന്താണ് അവിടെ പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഏത് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുമ്പോഴും കൺട്രോൾ ഓഫ് എറർ ആൾക്ക് പിടികിട്ടില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവൻ റെഡി ആയിട്ടില്ല, മീൻസ് ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് കുട്ടി ആയിട്ടില്ല. സോ അവനെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസിലൂടെ ആക്ടിവിറ്റീസ് ചെയ്ത് പിന്നീട് വീണ്ടും ഇവിടേക്ക് എത്തിക്കാവുന്നതാണ്. ഇനി ബേസിക് റൂൾസ് ഇൻ ദ യൂസ് ഓഫ് മോണ്ടിസോറി മെറ്റീരിയൽസ് നമുക്ക് 5 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് 3 പോയിന്റ്സ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇപ്പൊ പ്രിൻസിപ്പിൾ ആയിരുന്നു നമ്മൾ പറഞ്ഞത്, അഡോപ്റ്റീവ് എഡ്യൂക്കേഷൻ, കൺട്രോൾ ഓഫ് എറർ എന്നാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞത്, പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയൽസ്. ഇനി ഒരു മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ്. ഓക്കെ, ഫസ്റ്റ് 2 പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം പ്ലീസ്. Montessori materials are designed with a serious purpose that is to support the child in his physical development. Therefore, children are required to treat them with respect. They must handle them carefully and only after their use is understood.
When using materials, children must bring all the materials essential and arrange them in order on the mat or table. എങ്ങനെ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്യാം എന്നുള്ളത് വായിച്ചപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. മോണ്ടിസോറി മെറ്റീരിയൽസ് ഓരോന്നും ഓരോ സീരിയസ് പർപ്പസ്, ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നത്, ഓരോ മെറ്റീരിയൽ ഓരോ യൂസ് ചെയ്യുന്നതിനും എല്ലാം ഒരു പർപ്പസ് ഉണ്ട്. അത് കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ്, ബുദ്ധിപരമായിട്ടും എല്ലാം വരുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എല്ലാത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. കുട്ടികൾ അതുകൊണ്ട് അവരെ വളരെ റെസ്പെക്റ്റോട് കൂടെ തന്നെ ട്രീറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം പറഞ്ഞു ആ ഒരു സെൽഫ് റെസ്പെക്ട് വരുന്നു, പിന്നെ എന്നിങ്ങനെ ആക്കിയത് ഈ മെറ്റീരിയൽ ആണോ, സോ ആ ഒരു റെസ്പെക്ട് അതിനോട് വരുന്നു അല്ലെ. അങ്ങനെ എനിക്ക് ഇനിയും ഇതുപോലെ ആക്ടിവിറ്റീസ് ചെയ്യണം, അപ്പൊ ഞാനിത് സൂക്ഷിക്കണം. ഐ ഹാവ് ടു കീപ് ഇറ്റ് വെരി നീറ്റ് എന്നുള്ള രീതിയിൽ തന്നെ അവനത് നശിപ്പിച്ചു പോകരുത്, നശിപ്പിക്കാതെ തന്നെ ഞാനിത് സൂക്ഷിച്ചു വെക്കണം എന്നുള്ളത്. അതുകൊണ്ട് അവരതിനെ വളരെ കെയർഫുൾ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവരത് അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മളും അങ്ങനെ തന്നെ. നമ്മളെ റഫായിട്ട് യൂസ് ചെയ്ത് അവരെ ഡെമോ കാണിച്ചു കഴിഞ്ഞാൽ അവരും ചിലപ്പോൾ അത് തന്നെ ഫോളോ ചെയ്യും. നമ്മൾ അവർക്കത് പ്രസന്റ് ചെയ്യുമ്പോൾ അത്രയും നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. ആ ഒരു മെറ്റീരിയൽസ് അവരുടെ മുന്നിൽ കാണിക്കും. പിന്നെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസും കുട്ടി കൊണ്ടുവരണം. അതിനു മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ആ ഒരു എൻവയോൺമെന്റിലെ കോർണേഴ്സിൽ പല പല ഇടങ്ങളിലായിട്ട് മാറ്റ് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ മാറ്റ് എടുത്തുകൊണ്ട് വന്ന് അൺറോൾ ചെയ്യുന്നതും അവിടുത്തെ ഒരു ആക്ടിവിറ്റി തന്നെയാണ്. ഈ അൺറോൾ ചെയ്യുമ്പോൾ കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് അവിടെ നടക്കുന്നത് ഈ അൺറോളിങ് നടക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ അങ്ങനെ മാറ്റോ അല്ലെങ്കിൽ ടേബിൾ ചെറിയ ടേബിളൊക്കെ ഉണ്ട്, പക്ഷെ ടേബിളിനേക്കാളും എപ്പോഴും മാറ്റ് തന്നെയാണ്. നമ്മൾ ഈ ട്രേസ് ചെയ്യുക, അങ്ങനെ പ്രീ റൈറ്റിംഗ് ബോർഡ് അങ്ങനെയുള്ളതൊക്കെ ടേബിളിൽ വെക്കുന്നത് നന്നായിരിക്കും. പക്ഷെ ടേബിളിന്റെ മുകളിലൊരു റഗ് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ ഉരയില്ല. അതേസമയം ഉരുണ്ട റൗണ്ട് ഷേപ്പിലുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതെപ്പോഴും മാറ്റിൽ വെച്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് 3 പോയിന്റ്സ് ആരെങ്കിലും വായിക്കാം? ഞാൻ വായിക്കാം മാം. When they have finished using the materials, the children must return to the shelves, leaving the material in good order for the next child. The introduction of new material to the child is called the fundamental lesson. The goal is not only to present the child with the key to the material and their possibilities, but also to enable the teacher to discover the child's inner progress and therefore his actual stage of development. Generally, lessons are given on an individual basis. This is because no two children can be particularly in the same stage of development. സോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ആക്ടിവിറ്റീസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ അത് തിരിച്ച് എവിടെ നിന്നാണോ എടുത്തുകൊണ്ട് വന്നത്, എങ്ങനെയാണോ അതിരുന്നത് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കണം. കാരണം അടുത്തൊരു കുട്ടി വരുമ്പോൾ അത് ആ കുട്ടിക്ക് നല്ല രീതിയിൽ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സൂക്ഷിച്ച് തന്നെ ഉപയോഗിച്ചതിന് ശേഷം കൊണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഒരു പുതിയ മെറ്റീരിയൽ, ആദ്യമായിട്ടൊരു മെറ്റീരിയൽ ഒരു കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെമോ ചെയ്ത് കാണിക്കുന്നു പറഞ്ഞു അല്ലെ. അങ്ങനെ കൊടുക്കുന്ന ഇൻട്രൊഡക്ഷന് പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ലെസൺസ്. ആ ഒരു ഡെമോ, ആ ഒരു ഇൻട്രൊഡക്ഷൻ, അതിന് പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ലെസൺ. പിന്നെ എന്നിട്ട് നമ്മൾ അങ്ങ് പതുക്കെ മാറും, കുട്ടി തന്നെ ചെയ്യും. പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യും കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് എങ്ങനെയാണ് പോകുന്നത്, ആക്ടിവിറ്റി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കും. അവനെ ഒബ്സർവ് ചെയ്തിട്ട് കുട്ടിയുടെ ഇന്നർ പ്രോഗ്രസ് മനസ്സിലാക്കുക. നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോഴും നമുക്ക് കുട്ടിയെ ഒബ്സർവ് ചെയ്യാം, കുട്ടി തന്നെതാനെ ചെയ്യുമ്പോഴും ഒബ്സർവ് ചെയ്യാം. എക്സ്ക്യൂസ് മീ, നൈസ് കാണുന്ന ആ ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ആരാ ഈ നൈസ് കാണുന്ന ആരാ? പേരറിയാമോ? ഫാത്തിമ.
ഫാത്തിമ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഫാത്തിമ പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു. വീട്ടില് നല്ല ജോലിയിലാന്ന് തോന്നുന്നു. ഓക്കെ, സോ നമ്മൾ കൊടുക്കുന്ന ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ലെസൺസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ലെസൺസ് കൊടുക്കുമ്പോഴും അതിനുശേഷം കുട്ടി കാണും, അത് തന്നെത്താനെ ചെയ്യുമ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു കുട്ടിയുടെ ഇന്നർ പ്രോഗ്രസ്സും എന്താ ആ ഒരു മെറ്റീരിയൽ അവനെ ഏതൊക്കെ തലങ്ങളിലേക്ക് എത്തിക്കുന്നു, ഏതൊക്കെ രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് ആ ഒരു മെറ്റീരിയൽ. പല കുട്ടികളും മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതും അവർ വർക്ക് ചെയ്യുന്നതും ഡിഫറെന്റ് ആയിരിക്കും അല്ലേ, പലരും പല രീതിയിൽ ചെയ്യുമായിരിക്കും. പിങ്ക് ടവർ സ്റ്റാക്ക് ചെയ്യുമായിരിക്കും, അത് കഴിയുമ്പോൾ അവരത് ട്രെയിൻ പോലെ ചെയ്യുമായിരിക്കും, അത് കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പർ എടുത്തിട്ട് അത് മാത്രം ചെയ്യും. അങ്ങനെ ചെയ്യുന്ന കുട്ടികളും ഉണ്ടായിരിക്കും അല്ലെ. ഓരോരുത്തരും അവരവരുടെ ഇന്നർ പ്രോഗ്രസിനനുസരിച്ചാണ് ഓരോ മെറ്റീരിയൽസും. അതിൽ നിന്ന് നമുക്ക് അവരുടെ ആക്ച്വൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് മനസ്സിലാകും. ചിലർ അതിന്റെ വെയിറ്റിനെ കൂടുതൽ മനസ്സിലാക്കുമായിരിക്കും, ചിലർ അതിന്റെ കളർ മനസ്സിലാക്കുമായിരിക്കും, അങ്ങനെ ചിലർ അതിനെ കൊണ്ട് എന്തൊക്കെ മോഡൽസ് ഉണ്ടാക്കാമെന്ന് നോക്കും. അങ്ങനെ ഓരോ കുട്ടിയുടെയും ആ ഒരു പ്രോഗ്രസ്സും ആ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റും ഡിഫറെന്റ് ആയിരിക്കും. കാരണം കുട്ടികളെല്ലാം യുണീക്കാണ്, നമുക്കറിയാം. ഇൻഡിവിജ്വലി അവരെല്ലാം യുണീക്കാണ്. ലെസൺസ് എല്ലാം ഇൻഡിവിജ്വൽ ബേസിസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാണ്ട് ക്ലാസ് റൂമിൽ 20 കുട്ടികളുണ്ടെങ്കിൽ 20 പേർക്കും ഒരുമിച്ചല്ല നമ്മൾ ഡെമോ ചെയ്യുന്നത്. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ഡെമോൺസ്ട്രേഷൻ കൊടുക്കുന്നത്, മീൻസ് ഫണ്ടമെന്റൽ ലെസൺസ് കൊടുക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ യുണീക്കാണ്. ഒരാൾ മനസ്സിലാക്കുന്നതും മറ്റേയാൾ മനസ്സിലാക്കുന്നതും രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. ആ ഒരു രീതിയിൽ തന്നെ വരും. ഓക്കെ, നെക്സ്റ്റ് ഫണ്ടമെന്റൽ ലെസൺസിനെ കുറിച്ചാണ്. 3 മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫണ്ടമെന്റൽ ലെസൺസിനുള്ളത്. ആ ഫുൾ പോയിന്റ്സും ഒന്ന് വായിക്കാമോ? നമുക്കൊരു 5 പോയിന്റ്സ് ഉണ്ട്, ജസ്റ്റ് ആ 5 പോയിന്റ്സും ഒന്ന് വായിക്കണേ. ഫണ്ടമെന്റൽ ലെസൺസ് എന്താണ്, എങ്ങനെയാണെന്നുള്ളത്. യെസ് പ്ലീസ്. The fundamental lessons are defined as a decisive impression of contact with the external world. It is the clear, scientific, predetermined character of this contact which categorizes it from the mass of indeterminate contacts which the child is continually receiving from his ambience. Teachers must have thorough knowledge of all Montessori materials. Teachers should have sufficient practice beforehand. The fundamental lesson has 3 characteristics: brevity, simplicity, and objectivity. By using a few words, the teacher will present the material to the child and leave the child to detect. After presentation of a material to a child, the teacher invites the child to use the material. During the first use of the material by the child, the teacher remains with him to observe his actions, taking care not to impede his liberty. ഓക്കെ, ഫണ്ടമെന്റൽ ലെസൺസിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ കൊടുക്കുന്ന ഇൻട്രൊഡക്ഷൻ അത് തന്നെയാണ് കേട്ടോ ഫണ്ടമെന്റൽ ലെസൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഫണ്ടമെന്റൽ ലെസൺസിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു 3 ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിരുന്നോ നിങ്ങൾ? Brevity, simplicity, and objectivity. ബ്രിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഫ് ആയിട്ട് കൊടുക്കുക. അതായത് നമ്മൾ കൊടുക്കുന്ന ഡെമോ, ആ ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യമായിട്ട് ആ മെറ്റീരിയലിനെ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ വളരെ ബ്രീഫ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. എന്ത് മെറ്റീരിയലിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ മാത്രം ഒബ്ജക്റ്റീവ്, അത് വെച്ചിട്ട് മാത്രം പറയണം. കൂടുതൽ കഥകൾ കണക്ട് ചെയ്ത് പറയേണ്ട കാര്യമല്ല. കാരണം കൊച്ചു കുട്ടികളാണ്, അവർക്ക് അങ്ങനെ വലിയ ലെക്ചർ ക്ലാസ് കേൾക്കാനൊന്നും വലിയ താല്പര്യമില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ഇതുകൊണ്ടുള്ള ആക്ടിവിറ്റി ചെയ്യണം. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് അറിയുക എന്ന് മാത്രമായിരിക്കും അവർ നമ്മുടെ മുന്നിൽ ക്ഷമയോടെ ഇരിക്കുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് ആ ഒരു കാര്യത്തെ കുറിച്ച് മാത്രം പറയുക. ഈ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഒരു മോണ്ടിസോറി മെത്തേഡ് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്കൂളില് അവരാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ ചിലപ്പോൾ ഇന്റർവ്യൂ ബോർഡിൽ നമ്മളിത് ചെയ്യേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാതോരാതെ ഒരിക്കലും എവിടെയാണെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ പറയരുത്. ആ ഒരു സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി അത് ഉണ്ടായിരിക്കണം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും. അപ്പോഴാണ് ശരിക്കും മോണ്ടിസോറി മെത്തേഡ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്.
നമ്മൾ അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സമാധാനമായിരിക്കും. അതേഴ്സ് വിൽ ഓൾസോ ഹാപ്പി. കാരണം നമ്മൾ ആവശ്യത്തിന് മാത്രം കാര്യങ്ങൾ പറയുന്നു, കൂടുതൽ കഥ പറയാനോ കണക്ട് ചെയ്യാനോ നമ്മൾ പോകുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രം അത് പറഞ്ഞാൽ മതിയല്ലോ, വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കേണ്ട കാര്യമില്ല. അതാണ് ശരിക്കും അതിന്റെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. മെയിൻ ആയിട്ട് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഞാൻ എക്സാമിന് ഏതൊക്കെയാന്ന് ചോദിക്കാറില്ല, പക്ഷെ ഹൗ മെനി ക്യാരക്ടറിസ്റ്റിക്സ് ഫണ്ടമെന്റൽ ലെസൺസ് ഹൗ ഡാഷ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ 3 ഏതാന്ന് അറിഞ്ഞിരിക്കണം: സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. പിന്നെ നമുക്കറിയാം, ഒരു മെറ്റീരിയൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊരു സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസിനാണെങ്കിലും ശരി, നമുക്ക് ജോലി കിട്ടി നമ്മൾ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ, ഏത് ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലും, നമ്മൾ എത്ര ഹയർ ക്ലാസ്സിലാണെങ്കിലും താഴത്തെ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലും, നമ്മൾ അവരുടെ ഏജിനനുസരിച്ച് അവരുമായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്യാനായിട്ട് നോക്കും, ഒരു കണക്ഷൻ, അല്ലെ, ഒരു കോണ്ടാക്ട്. അതിനുശേഷമാണ് കുട്ടികൾ നമ്മളോട് കൂടെ ഒന്ന് അടുക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഡെവലപ്പിംഗ് എ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഒരു റാപ്പോ നമ്മൾ ബിൽഡ് ചെയ്യും. അതിന് വേണമെങ്കിൽ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ വേണോ, ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട്. കഴിഞ്ഞ ദിവസം 9th ബാച്ചിൽ ഒരു കുട്ടിയെ വൈവ ചെയ്തപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ അതിന് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ, KG കുട്ടികളായിരുന്നു, 12 കുട്ടികളായിരുന്നു. അവിടുത്തെ പ്രിൻസിപ്പളും മറ്റു ടീച്ചേഴ്സും പറഞ്ഞത് ഭയങ്കര പാടാണ് കുട്ടികളെ അടുക്കിയിരുത്താനായിട്ട്. അവരൊട്ടും പറഞ്ഞനുസരിക്കില്ല, അവിടെ എവിടെയൊക്കെ ഓടി നടക്കും, അതിന്റെ മുകളിലൊക്കെ ചാടി കയറുന്നൊക്കെ പറയും. പക്ഷെ ഈ കുട്ടി ക്ലാസ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ ഈ ടീച്ചേഴ്സിനും മറ്റ് പ്രിൻസിപ്പളിനൊക്കെ ഭയങ്കര അതിശയം. കാരണം കുട്ടികൾ ഭയങ്കര അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. അതായത് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ് എല്ലാം ചാട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി ആക്ഷൻ സോങ് സ്റ്റോറിയിലൂടെയൊക്കെയാണ് ചെയ്യിച്ചത്. ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ് ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യിച്ചു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവർക്ക് ഈ പറയുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവരെ ഓരോ പ്രസന്റ് ചെയ്തതും ഇഷ്ടമായി. അങ്ങനെ വന്നപ്പോൾ അവരെല്ലാവരും അവരുടെ സീറ്റിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി, ഈ ടീച്ചറെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാതെ ഒരു ഭാഗത്തിരുന്ന് അങ്ങനെ അവർക്കത് ശ്രദ്ധിക്കാൻ താല്പര്യം തോന്നി. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്തത് കൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ഫണ്ടമെന്റൽ ലെസൺസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, നമ്മൾ ഡെമോ കാണിക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊരു തറവ് നോളജ് ഉണ്ടായിരിക്കണം. അല്ലെ, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, നമ്മളൊരു ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്നുകൂടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി, ഞാൻ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നതിനെ. എപ്പോഴും ഒരേ ലെവലിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോഗ്രസ് ഇല്ല. ടീച്ചേഴ്സിന് ഈ കുട്ടികൾക്ക് ഫണ്ടമെന്റൽ ലെസൺസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. ആ ഒരു രീതിയിൽ വേണം ടീച്ചേഴ്സ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. നെക്സ്റ്റ് പോയിന്റിൽ ഫണ്ടമെന്റൽ ലെസൺസിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു, അത് നമ്മൾ പറഞ്ഞു. പിന്നെ വളരെ കുറച്ച് വാക്കുകൾ യൂസ് ചെയ്തിട്ട് വേണം ടീച്ചർ ഈ മെറ്റീരിയൽസ് കുട്ടിയുടെ മുന്നിൽ കാണിക്കാൻ. കാരണം കുട്ടിക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കുട്ടിയെ കൺഫ്യൂസ് ചെയ്യിക്കരുത്. കൂടുതൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവും. പ്രസന്റേഷന് ശേഷം ടീച്ചർ കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യണം അത് വന്ന് ചെയ്യാനായിട്ട്. കുട്ടി ഫസ്റ്റ് യൂസിൽ ചെയ്യുമ്പോൾ തന്നെ ടീച്ചർ പതുക്കെ തന്നെ മാറി നിന്ന് അവനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അവന്റെ ആക്ഷൻസ് ഒബ്സർവ് ചെയ്യണം. അവന്റെ ലിബർട്ടിയിൽ ഒരിക്കലും നമ്മൾ പോയിട്ട് കൈകടത്തി ഡിസ്റ്റർബ് ചെയ്യരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഫണ്ടമെന്റൽ ലെസൺസ് നമ്മൾ എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം, അതിന്റെ പ്രിൻസിപ്പിൾസ്, കാര്യങ്ങൾ. ആ ഒരു സിംപ്ലിസിറ്റി, ബ്രിവിറ്റി, ഒബ്ജക്ടിവിറ്റി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിന് സമാധാനം ആശരിക്കും പറഞ്ഞില്ലേ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഞാൻ വായിക്കാം മാം. The teacher shall observe whether the child is interested in object, how he is interested in it, or how long. Even കേൾക്കാൻ പറ്റുന്നുണ്ടോ മാം?
even noticing the expression of his face, and she must take great care not to offend the principle of liberty. For if she provokes the child to make unnatural effort, she will no longer know the spontaneous activity of the child. If therefore the lesson rigorously അങ്ങനെത്തന്നെയാണോ മാം rigorously prepared in brevity, simplicity, and truth is not understood by the child, is not accepted by him as an explanation of the object. The teacher must be warned of two things. First, not to insist by repeating the lesson. The second, not to make the child feel that he has made a mistake or that he is not understood, because in doing so she will cause him to make an effort to understand and will thus alter the natural state which must be used by her in making her psychological observation. Yeah, it's rigorously. That is, ലെസൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലെസൺ, ഫണ്ടമെന്റൽ ലെസൺ, അത് വളരെ എക്സാക്റ്റ് ആയിട്ട് ശരിയായ രീതിയിൽ അതിനെ റിഗറസ്ലി, എക്സാക്ട്, സ്ട്രിക്ട്ലി എന്നും എക്സാക്ട് എന്നും മീനിങ് ഉണ്ട്. ആ ഒരു രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. കുട്ടിക്ക് ആ ഒബ്ജക്റ്റിൽ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, കുട്ടി ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യണം. പിന്നെ എത്രത്തോളം ഉണ്ട്, എത്ര നേരം അത് റിപ്പീറ്റ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ടൈമിൽ തന്നെ അത് ഫുൾ ശരിയായി വന്നു, അതോ എത്ര തവണ റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ശരിയായത്, ശരിയായതിനു ശേഷം എത്ര നേരം അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഒബ്സർവ് ചെയ്ത് നമുക്ക് നോട്ട് ചെയ്യാം. ഈ ഒരു സമയത്തെല്ലാം അവന്റെ ഫേസിലെ എക്സ്പ്രഷൻ നോക്കാം. അവന്റെ ആ ഒരു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്, അങ്ങനെ രീതിയിലുള്ള എക്സ്പ്രഷൻസ് നോക്കാം, കൈയുടെ മൂവ്മെന്റ്സ് നോക്കാം. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ ആ ഒരു ലിബർട്ടി, ആ ഒരു സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഒഫൻഡ് ചെയ്യുന്ന രീതിയിൽ, നമ്മൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയിൽ നിന്നും നാച്ചുറൽ ആയിട്ടുള്ള എഫേർട്സ് ഈ ഒരു ടാസ്ക് ചെയ്യാൻ ഉണ്ടാവില്ല, അൺനാച്ചുറൽ ആയിട്ടുള്ള എഫേർട്സ് ആയിരിക്കും വരുന്നത്. സ്പോണ്ടേനിയസ് ആയിട്ട് കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ ചെയ്യണം, അതാണ് ശരിക്കും ഈ ഒരു എൻവയോൺമെന്റിൽ വരുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലെസൺ നല്ല എക്സാക്റ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, പിന്നെ ബ്രീഫ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. ആ ഒരു രീതിയിൽ വേണം കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു മെറ്റീരിയലിന്റെ സ്പെഷ്യൽ പർപ്പസ് നമ്മൾ പറഞ്ഞു, നമ്പർ റോഡ്സ് കൊടുക്കുമ്പോൾ ഇനീഷ്യലി തന്നെ സ്പെഷ്യൽ പർപ്പസ് നമ്മൾ പറയില്ല, കാരണം കുട്ടി കളിക്കാൻ വേണ്ടി വന്നിരിക്കുക. ത്രൂ ആ ഒരു പ്ലേയിലൂടെയാണ് നമ്മളത് വർക്കാക്കി മാറ്റി ആ ഒരു ആക്ടിവിറ്റിയിലൂടെ അവൻ പല കാര്യങ്ങളും ലേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ട്രൂത്ത്, ആക്ച്വലി അതിന്റെ പർപ്പസ് ആദ്യം തന്നെ കുട്ടി മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ കൊടുക്കില്ല. നമ്മൾ സിമ്പിൾ ആയിട്ട് തുടങ്ങിയിട്ട് പിന്നെ കോംപ്ലക്സ് ഉള്ള രീതിയിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, ടീച്ചർ രണ്ട് കാര്യങ്ങൾ വാൺ ചെയ്യുന്ന പോലെ തന്നെ രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഈ ഒരു ഇത് എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ. ഫസ്റ്റ്, ആ ഒരു കൊടുക്കുന്ന ലെസൺ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, ആ ഒരു ഒറ്റ തവണ വളരെ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞു കൊടുക്കുക. സെക്കൻഡ്, കുട്ടി ചെയ്യുമ്പോൾ അത് ശരിയായില്ലെങ്കിൽ അവന് അന്നീ ചെയ്ത തെറ്റാണ് എന്നൊരു ഫീല് വരുന്ന രീതിയിൽ നമ്മൾ ഇടപെടാതിരിക്കുക. മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് ആ കാര്യം വീണ്ടും മനസ്സിലാക്കാനായിട്ട് വീണ്ടും ഇപ്പൊ ഒരു ലെസൺ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവനെ ഞാനത് ശരിക്കും ചെയ്യാത്തതുകൊണ്ടാണ് എനിക്കിത് പറഞ്ഞു തരുന്നത് എന്നുള്ള ഫീല് വരാത്ത രീതിയിൽ നമ്മളത് അതിനെ മാനേജ് ചെയ്യണം. അതിന്റെ ഒരു സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ആ ഒരു സൈക്കോളജിക്കൽ ഒബ്സർവേഷന്റെ കാര്യവും എങ്ങനെ കുട്ടികൾ ആ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരു 3 പോയിന്റ്സ് ഉണ്ട്, അതൊന്ന് വായിക്കാമോ ആ ഒരു പാർട്ട്? Yes, ma'am. The teacher observes the child when
മാം സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? കാരണം ഇവിടെ അവിടെ അടുത്ത് ഡിഗ്ഗിങ് നടക്കുന്നുണ്ട്. സോ എനിക്കത് കേൾക്കും, പക്ഷെ ഇല്ല, കേൾക്കുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ടാണ് ഷോണമ്മയുടെ കേൾക്കുന്നത്. ഞാൻ പിന്നെ മ്യൂട്ട് Okay, ആയതുകൊണ്ട് fine. നോ പ്രോബ്ലം. The teacher observes the child when he is using the material. If his response indicates that the teacher has misread her moment of introduction, the teacher should suggest they put the material away and use it on another day. If his response is positive, the teacher will continue to observe the child. The child should give a lot of opportunity to work with the material already conferred. Knowing how to use the material is only the beginning of its convenience to the child. It is in the repetition of its use that real growth of the child and the development of his psychic nature take place. After a period of constant use of an exercise in its originally understood from yet another phenomenon appear, the child will begin to create new way in which to use the material, often linking several different exercises that are interrelated or comparing the material to related objects in his environment. It is the child inner development linked with the creative possibility hidden with the design of the material that makes this burst of creativity possible. ഓക്കെ After the ഓക്കെ. അപ്പൊ കുട്ടി മെറ്റീരിയൽ വെച്ചിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ടീച്ചർ ഒബ്സർവ് ചെയ്യുന്നു. ആ റെസ്പോൺസ്, കുട്ടിയുടെ റെസ്പോൺസ് ടീച്ചർ ശരിയായ രീതിയിൽ തന്നെ നമ്മൾ റീഡ് ചെയ്യണം. ആ ഒരു കറക്റ്റ് മൊമെന്റിൽ തന്നെ നമ്മൾക്ക് നല്ലൊരു കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റൂ. ഇനി കുട്ടിക്ക് ആ മെറ്റീരിയൽ വെച്ച് ചെയ്യുമ്പോൾ അവനത് ഒരു സുഖകരമല്ലാത്ത രീതിയിലുള്ള റെസ്പോൺസ് ആണ് അവൻ്റെ അടുത്ത് നിന്ന് വരുന്നതെങ്കിൽ അത് നമുക്ക് ഇന്റർവീൻ ചെയ്യാം. ആ മെറ്റീരിയൽ മാറ്റി വെച്ചിട്ട് വേറൊരു ദിവസം നമുക്കത് ചെയ്യാം. നമുക്കിപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ചിലപ്പോൾ ഒരു ട്രഡീഷണൽ ടീച്ചർ ചെയ്യുന്ന പോലെ ഒരു കഥ പറഞ്ഞു കൊടുക്കൂ, അല്ലെങ്കിൽ ആക്ഷൻ സോങ് ചെയ്യാം. കാരണം കുട്ടി ആ മെറ്റീരിയലുമായിട്ടൊരു കോണ്ടാക്ട് ആകുന്നില്ല, അവനത് ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുവാണെങ്കിൽ നമുക്കത് മാറ്റാം. ഇനി റെസ്പോൺസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഇടപെടേണ്ട, നമ്മൾ കുട്ടിയെ നമുക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കാം. കുട്ടിക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം, ആ ഒരു ഫ്രീഡം ഉണ്ടല്ലേ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. ഓൾറെഡി മെറ്റീരിയൽ കൺഫേംഡ് എന്ന് വെച്ചാൽ അത് അവന്റെ കയ്യിൽ പൊസസ് ചെയ്ത് വെച്ചിരിക്കുക, അവന്റെ കൈവശം തന്നെയുണ്ട്. എങ്ങനെ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നറിയാം. അത് കുട്ടിക്ക് അവൻ്റെതായ ഒരു സ്പേസിലിരുന്ന് അതെങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് കുട്ടിയുടെ റിയൽ ഗ്രോത്തും ഡെവലപ്മെന്റും അവന്റെ മെന്റൽ സൈക്കിക് നേച്ചർ, ആ ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകളും ശരിയായ രീതിയിലുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റും എല്ലാം നടക്കുന്നത്. ഇങ്ങനെ പലതവണ ഈ ഒരു കോൺസ്റ്റന്റ് യൂസ് ഓഫ് ആൻ എക്സസൈസ്, ഒരേ ആക്ടിവിറ്റി ചെയ്യുമ്പോഴേക്കും അവൻ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാകുന്നു. കുട്ടി വേഗം പുതിയ ഐഡിയാസ് വെച്ചിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റിവിറ്റി, പിങ്ക് ടവറിനെ സ്മോളിലേക്ക് ടവർ പോലെ സ്റ്റാർട്ട് ചെയ്തതിനെ ട്രെയിൻ പോലെ വേണമെങ്കിൽ വെക്കുമായിരിക്കും. അങ്ങനെ ആ ഒരു രീതിയിൽ, അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയ വേസിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പല എക്സസൈസുകളും അങ്ങനെ മിക്ക എക്സസൈസുകളിലും അവൻ്റെതായുള്ള ഒരു ക്രിയേറ്റിവിറ്റിയിൽ അവനെ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾക്കും വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊരു ടോയ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് 1-2 തവണ അവര് ആ ടോയ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ആ രീതിയിൽ തന്നെ ചെയ്തിരിക്കും. പിന്നെ അവർക്കത് വേറെ പല കളികളും അവർ ഭയങ്കര ക്രിയേറ്റീവായിട്ട് അവർ ആ ടോയ് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഓരോ മെറ്റീരിയൽസിന്റെ ഫണ്ടമെന്റൽ ലെസൺ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ കോംപ്ലിക്കേറ്റഡ് നമ്മൾ ആക്കരുത്, നമ്മൾ സിമ്പിളിൽ നിന്ന് തുടങ്ങണം, പിന്നെ കോംപ്ലക്സിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. ഓൾവേസ് സിമ്പിൾ എന്നല്ല, തുടങ്ങുന്ന സിമ്പിൾ തുടങ്ങിയിട്ട് അത് കോംപ്ലക്സിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ആ കൺസെപ്റ്റ് ബുദ്ധിമുട്ടില്ലാതെ മനസ്സിലാകുന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവിടെ അതിനു വേണ്ടിയിട്ട് 3 പീരിയഡ് ലെസൺ എന്നുള്ള രീതിയിൽ ടീച്ചർ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു ജസ്റ്റ് ഒരു ഐഡിയ ആണ്. നമ്മൾക്ക് നമ്മളുടെ രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് കൊടുക്കാം, കുട്ടിയുടെ രീതിയിലും ആ ഒരു കൺസെപ്റ്റ് മാറ്റാനായിട്ട് പറ്റും. ഇവിടുത്തെ ഞാൻ റീഡ് ചെയ്യിക്കുന്നില്ല, ആ ഒരു ആക്ടിവിറ്റി ഞാനൊന്ന് പറഞ്ഞു പോവാം. 3 പീരീഡിലായിട്ട് ഒരു ഫണ്ടമെന്റൽ ലെസൺസ് പ്രൊവൈഡ് ചെയ്യുന്നതും
കുട്ടിയുടെ റെസ്പോൺസിനനുസരിച്ച് നമ്മൾ അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതുമാണ് ഈ ഒരു 3 പീരീഡിൽ കാണിക്കുന്നത്. കളറിന്റെ കൺസെപ്റ്റ് കുട്ടികൾക്ക് 3 പീരീഡ് ലെസൺസ് ആയിട്ട് കൊടുക്കുന്നു. ചില മെറ്റീരിയൽസിന്റെ കൺസെപ്റ്റ് ചിലപ്പോൾ 2 പീരീഡ് ചെയ്യുമായിരിക്കും. ചില മെറ്റീരിയൽസിന്റെ കൺസെപ്റ്റ് ചിലപ്പോൾ 3 ആയിരിക്കാം, 4 ആയിരിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ്, നമുക്ക് അതിനനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ ടീച്ചർ എന്താന്ന് ചോദിച്ചാൽ കളർ ടാബ്ലറ്റ്സ് ആണ് എടുക്കുന്നത്. എത്ര കളർ ടാബ്ലറ്റ് ഉണ്ട് നമുക്ക്? എത്ര ടൈപ്പ് കളർ ടാബ്ലറ്റ് ഉണ്ട്? 11 ഓക്കെ, കളർ എന്താ? യെസ്, 3 ടൈപ്പ്. അതില് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി കളർ ടാബ്ലറ്റ് ഉണ്ട്, ടെർഷറി ഉണ്ട്. പ്രൈമറിയിൽ എത്ര എണ്ണം ഉണ്ട് കളേഴ്സ്? 7. പ്രൈമറിയിൽ 3 കളർ, സെക്കൻഡറിയിലാണ് കുറച്ചു മുമ്പ് പറഞ്ഞ 11 കളർ. കാരണം നിങ്ങളത് പറയാൻ കാരണം നമ്മുടെ കയ്യിൽ സെക്കൻഡറി മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഓർഡർ ചെയ്തിട്ടുണ്ട് പ്രൈമറി ടെർഷറി കൊണ്ടുവരാൻ. ടെർഷറിയിലെ വ്യത്യാസം എന്താ? അതിൽ കളർ മിക്സിംഗ് ആണ്. കളർ മിക്സ് ചെയ്ത് 63 ഷെയ്ഡ്സ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ടീച്ചർ എങ്ങനെയാണ് കളറിന്റെ കൺസെപ്റ്റ് കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പീരീഡില് നമ്മൾക്കറിയാം ഏതൊരു ആക്ടിവിറ്റി കുട്ടി ചെയ്യുമ്പോഴും കുട്ടിക്ക് ബൈ പ്രോഡക്റ്റ് ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് ലാംഗ്വേജ് എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അവിടെ ലാംഗ്വേജ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നു. ഫസ്റ്റ് ടീച്ചർ എന്ത് ചെയ്യും? കുട്ടിയുടെ മുന്നിൽ ഒരു ബ്ലൂ കളർ ടാബ്ലറ്റ് പ്ലേസ് ചെയ്തിട്ട് പറയും ദിസ് ഈസ് ബ്ലൂ എന്നതിനെ തൊട്ടിട്ട് പറയും. എന്നിട്ട് പെട്ടെന്ന് തന്നെ ബ്ലൂ ടാബ്ലറ്റ് മാറ്റിയിട്ട് റെഡ് കളർ ടാബ്ലറ്റ് വെക്കും. ദിസ് ഈസ് റെഡ് എന്ന് പറയും. സെക്കൻഡ് പീരീഡ് നെക്സ്റ്റ് വരുന്നത് നമ്മൾ കൊടുത്ത കളറ്, ആ ഒരു ഒബ്ജക്റ്റ് അതെല്ലാം കുഞ്ഞിന്റെ മനസ്സിലുണ്ടോ? ടീച്ചർ എന്ത് ചെയ്യും? 2 ടാബ്ലറ്റ്സും വെക്കും. ഫസ്റ്റ് ഓരോന്ന് കാണിച്ചിട്ട് അത് എന്ത് കളറാന്ന് പറഞ്ഞു കൊടുത്തു. സെക്കൻഡ് 2 ടാബ്ലറ്റ്സും വെച്ചിട്ട് കുട്ടിയോട് ചോദിക്കും വിച്ച് ഈസ് ദ റെഡ് വൺ. ഇതിൽ ഏതാണ് റെഡ് വൺ എന്ന് ചോദിച്ചാൽ കുട്ടി ദിസ് ഈസ് റെഡ്, കാരണം കുറെ മുമ്പ് കേട്ട സെന്റൻസ് മനസ്സിലുണ്ട്, ആ കളറും മനസ്സിലുണ്ട്. ദിസ് ഈസ് റെഡ് എന്ന് ചൂണ്ടിക്കാണിക്കും. വിച്ച് ഈസ് ദി ബ്ലൂ വൺ എന്ന് ചോദിക്കുമ്പോഴേക്കും ദിസ് ഈസ് ദ ബ്ലൂ വൺ എന്ന് കാണിക്കും. ഇനി അവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, കുട്ടി റെഡിനെ ബ്ലൂ ആയിട്ടും ബ്ലൂവിനെ റെഡ് ആയിട്ടും പറയുന്നെങ്കിൽ നമ്മൾ വീണ്ടും ഫസ്റ്റ് പീരീഡിൽ പോകും. അതിൽ പറഞ്ഞ ആ ഒരു സ്റ്റെപ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും സെക്കൻഡ് പീരീഡിൽ പോകും. അങ്ങനെ സെക്കൻഡ് പീരീഡ് ക്ലിയർ ആയി കഴിയുമ്പോഴേക്കും തേർഡ് പീരീഡിലേക്ക് പോകുന്നു. ടീച്ചർ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കും. അപ്പോൾ കുട്ടി പറയും ദിസ് ഇസ് റെഡ് ടാബ്ലറ്റ് എന്ന് പറയും. അവൻ ആ സെന്റൻസ് മേക്കിംഗ് കിട്ടി. പലതവണ ടീച്ചർ പ്രോംപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞ് ആ ഒരു സെന്റൻസ് അവന്റെ മനസ്സിൽ ഇങ്ങനെ ഇംപ്രഷൻ ആയിട്ട് കിടക്കും. അപ്പൊ വാട്ട് ഈസ് ദിസ് എന്ന് ഓർക്കുമ്പോൾ അങ്ങനെയാണ് ലാംഗ്വേജ് കൺസെപ്റ്റും കളറിന്റെ കൺസെപ്റ്റും നമുക്ക് ഒരുമിച്ച് ഒരു മെറ്റീരിയലില് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് നമുക്ക് വേണമെങ്കിൽ 2 പീരീഡ് കൊണ്ട് ചില ആക്ടിവിറ്റീസ് ചെയ്യിക്കാം, 4 പീരീഡ് കൊണ്ട് ചെയ്യിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടിയുടെ ഒരു പൊട്ടൻഷ്യലിനനുസരിച്ചും മെറ്റീരിയൽസിനനുസരിച്ചും നമ്മൾക്ക് ഈ കൊടുക്കുന്ന ക്ലാസ്സോ ഈ ഫണ്ടമെന്റൽ ലെസൺസ് ആദ്യമായിട്ട് നമ്മൾ ഡെമോ കൊടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് എന്ന് വരുന്നുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അതും പിന്നെ മോണ്ടെസോറി, പിന്നെ ഉള്ളത് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മോണ്ടെസോറി ഫെസിലിറ്റേറ്റർ എങ്ങനെയാണ്, അവരുടെ ക്വാളിറ്റീസ് എന്താണ്, അവരുടെ റോൾ എന്താണ്, പിന്നെ എന്തെങ്കിലുമൊക്കെ കുട്ടികളുടെ ഭാഗത്തുനിന്നും അവരുടെ സ്വഭാവത്തില് എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുമ്പോൾ എങ്ങനെ ഇന്റർവ്യൂ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ്. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓക്കെ, പിന്നെ മാം പറഞ്ഞില്ലേ ഇങ്ങനെ കൈ പിടിച്ചിട്ട് മക്കളെ എഴുതിപ്പിക്കരുത്, അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലാന്നല്ലോ. അപ്പൊ നമ്മള് പിന്നെ സാൻഡ് പേപ്പറിൽ ആ സാൻഡ് പേപ്പറിന്റെ ലെറ്റേഴ്സ് വെച്ചിട്ട് അവരത് അങ്ങനെ സ്വയം എഴുതി തുടങ്ങും. പിന്നെ ലെറ്റേഴ്സ് അവര് ഇത് പറഞ്ഞതിന് ചോദിച്ചപ്പോ ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാം. ഇതിനകത്ത് ചില കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കൈപിടിച്ച് എഴുതിക്കുന്നത്, അല്ലേ? അങ്ങനെ വരുമ്പോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യാം. ആ ഭയങ്കര ഫോഴ്സ് കൊടുത്ത് അവരെ നിർബന്ധിച്ച് എഴുതുന്നത് നമ്മളായിരിക്കും
കുട്ടിയുടെ കൈ വെറുതെ മൂവ് ചെയ്യുന്നുണ്ടാവുള്ളൂ, അവന്റെ തലയിലേക്കൊന്നും കയറില്ലല്ലോ. ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് പതുക്കെ ഇവരുടെ കൈ എടുത്തിട്ട് ആ റഫ് ആയിട്ടുള്ളതിൽ വെച്ച് ഒന്ന് നമുക്ക് ട്രേസ് ചെയ്ത് നോക്കാം. പിന്നെ അവര് തന്നെ ചെയ്തോളും എല്ലാ ട്രേസിങ്ങും. അങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ആദ്യം കൊണ്ട് കൊടുക്കുമ്പോൾ ഇത് എന്തിനാന്ന് അവർക്ക് മനസ്സിലാവണില്ലല്ലോ. ട്രേസ് ചെയ്ത് ഈ ഒരു മെന്റൽ ഇമേജ് അവർക്ക് കിട്ടുന്നത് നമുക്കറിയാം, കാരണം അതിന്റെ ആ ഒരു ടെക്സ്ചർ അങ്ങനെ തന്നെയാണ്. ഇത് മുന്നിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇത് എന്തിനാന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ആ ഒരു പതുക്കെ വിരൽ വെച്ച് നമുക്കൊന്നും അവരെ വേദന രീതിയിൽ ട്രേസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഫൈൻ. എനിക്ക് തോന്നുന്നു 2 ക്ലാസ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് 10th ലെസൺ എടുത്തിരുന്നോ മോണ്ടിസോറി ടാസ്ക്? ഇല്ല. ഓക്കെ, അതുണ്ട്. പിന്നെ സെക്കൻഡ് യൂണിറ്റ് ടീച്ചേഴ്സ് ആരെങ്കിലും എടുത്തിരുന്നോ? ട്രഡീഷണൽ മെത്തേഡ് വേഴ്സസ് മോണ്ടിസോറി മെത്തേഡ് എടുത്തിട്ടില്ല? ഇല്ല, അത് അപർണ മാം എടുക്കാന്ന് പറഞ്ഞിരുന്നു. ആ, ഓക്കെ ഓക്കെ. അപ്പം പോർഷൻസ് വലിയ കുഴപ്പമില്ല. നെക്സ്റ്റ് ഒരു 2 ക്ലാസ് ചിലപ്പോൾ ഇതിന് വേണ്ടി വരും, ചിലപ്പോൾ ഒറ്റ ക്ലാസ് കൊണ്ട് ഇനി നമ്മുടെ ബാലൻസ് പോർഷൻ തീരും. പിന്നെ മോണ്ടിസോറി ടേംസും കൂടി ഉണ്ട്. ഓക്കെ, ഇപ്പൊ പറ്റിയാൽ ഒന്ന് വായിച്ചിട്ട് വരും, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യാം. ഓക്കെ, നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്യാം. മിസ്സേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. മിസ്സിന്റെ ക്ലാസ് കേട്ടു, പക്ഷെ എന്നിട്ടും എനിക്കതൊന്ന് ക്ലാരിറ്റി വന്നിട്ടില്ല. നമ്മള് 3rd റെക്കോർഡില് നോവല് 3 ചാപ്റ്റേഴ്സിൽ എഴുതാൻ പറഞ്ഞിട്ടില്ല. ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ? നമ്മൾ നോവൽ എഴുതുമ്പോ, നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണ ഒരു കഥ, ഒരു ചെറുകഥ, അങ്ങനെ ഒരു അതുപോലെയല്ലല്ലേ നോവല്. നമ്മളത് സിറ്റുവേഷൻസ് ചിലപ്പോൾ കൂടുതൽ ആഡ് ചെയ്തിട്ട്, അപ്പൊ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഒരു ചാപ്റ്ററിൽ, അടുത്ത സിറ്റുവേഷൻ ആയിരിക്കും അടുത്ത ചാപ്റ്ററിൽ. അപ്പൊ ഞാൻ എന്തോ 2 സിറ്റുവേഷൻ വെച്ചിട്ടാണ് നോവൽ എഴുതിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പം ഞാൻ എഴുതിയതൊരു വീട്ടിലെ കാര്യങ്ങളും, പിന്നെ അത് കഴിഞ്ഞൊരു ഇൻസിഡന്റ് സംഭവിച്ചു വീട്ടിൽ വെച്ച്, ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും, അങ്ങനെയാണ് ഞാൻ 2 ചാപ്റ്റേഴ്സ് ആയിട്ട് എഴുതിയത്. അപ്പൊ ഓരോ ചാപ്റ്ററിന് നിങ്ങൾ ഓരോ പിക്ചർ കൊടുത്താൽ മതി. കഥ പോലെ ഒറ്റ ഒരു സിറ്റുവേഷനിൽ അതങ്ങ് തീർന്നു പോകരുത്. 2-3 സിറ്റുവേഷൻസ് വരുന്ന രീതിയിൽ വേണം നോവൽ എഴുതാൻ. മേ ബി ചൈൽഡ്ഹുഡ് ആവട്ടെ, വലിയ പ്രായമാകുന്നതോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയാകാം, അല്ലെങ്കിൽ സ്കൂളിൽ നടന്ന കാര്യം, പിന്നെ വീട്ടിലേക്ക് വന്നപ്പോ വീട്ടിൽ നടക്കുക, ആ ഒരു രീതിയിൽ സിറ്റുവേഷൻസ് മാറ്റിയിട്ട് നമുക്കതിനെ കഥയോ ഒന്നും നീട്ടി എഴുതുമ്പോൾ നോവലാവും. സാധാരണ 1-2 10-12 ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴാണ് തീരുന്നതല്ലേ. നമുക്കിപ്പോ അറ്റ്ലീസ്റ്റ് ഒരു 2-3 ചാപ്റ്റർ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ മാഗസിന്റെ കാര്യം പറഞ്ഞിരുന്നോ? എന്തോ പറഞ്ഞല്ലേ? പറ്റിയ ചെയ്താൽ മതി. ഇറ്റ്സ് മാൻഡേറ്ററി ഒന്നുമല്ല. ചില ബാച്ചുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി പണിയെടുക്കണം എന്നുണ്ട്, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം, എല്ലാ ബാച്ചിനോടും പറയുന്ന പോലെ ഞാൻ പറയുന്നത് മാത്രം. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ നമുക്കിനി PG കാർക്ക് നാളെ ഫ്രൈഡേ ഞാൻ PG ക്ലാസ്സിൽ കാണാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ദെൻ ബൈ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഒരു കാര്യം പ്രാക്ടിക്കൽ ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ 8-ാം തീയതി. അപ്പൊ അതിന് വരുമ്പോ നമുക്ക് വൈവ് ചെയ്യാൻ പറ്റുമോ? അതിന് വരുമ്പോ വൈവ 10th പറ്റില്ല. എല്ലാം കംപ്ലീറ്റ് ആണോ? വൈവ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. അത് എല്ലാം നമുക്ക് കൊണ്ടുവരല് പോസിബിൾ അല്ല. അപ്പൊ എന്താ അതിന് നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? വേറെ അതായത് നിങ്ങള് വരുമ്പോ വൈവ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് ഒന്നും ക്യാരി ചെയ്ത് കൊണ്ടുവരണ്ട. അസൈൻമെന്റും റെക്കോർഡുകളും സർവേ റിപ്പോർട്ടും മാത്രം കൊണ്ടുവന്നാൽ മതി. കൊണ്ടുവന്നാൽ സീൽ ചെയ്ത് കൊണ്ടുപോവാം. സീല് റെക്കോർഡിൽ മാത്രം, ബാക്കിയെല്ലാം സൈൻ ചെയ്ത് കൊണ്ടുപോകാം. മറ്റേ നമ്മൾ ചെയ്ത മെറ്റീരിയൽസ് ഒന്നും എടുത്തുകൊണ്ട് വരണ്ട. അപ്പൊ വൈവ ചെയ്യുവാണെങ്കിൽ നവമി ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴെങ്കിലും അതിന്റെ ഒരു സെൽഫി ഫോട്ടോ അതെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ട് നമ്മളും കൂടെ നിന്നിട്ട് ഒരു പിക്ക് എടുത്തിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ, സെൽഫി ഷോർട്ട് വീഡിയോ എടുത്ത് ഷെയർ ചെയ്താലും മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. അപ്പൊ 8ന് എത്ര പേരുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന്? നമ്പർ ഉണ്ടോ? ഓക്കെ, പിന്നെ പറഞ്ഞു. ഓക്കെ, ബൈ. താങ്ക് യു.